ഹലോ വെൽക്കം ടു ഷൈനാസ് വ്ളോഗ്സ്. ഹലോ, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വ്ളോഗ് എന്ന് പറയാനായിട്ട് കുറച്ച് വീട്ടിലെ കാര്യങ്ങളും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഇവിടെ പുതപ്പ് നമ്മൾ വീട്ടിൽ അലക്കുമ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് വലിയ വലിയ പുതപ്പുകളൊന്നും കയറില്ല. അപ്പോൾ ഇതേപോലെയുള്ള കടകളിൽ വന്നിട്ടാണ് അലക്കണത്. അപ്പോൾ ഇത് 20 കിലോ അലക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടുകയാണെങ്കിൽ €6 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 19 കിലോത്തോളം നമുക്ക് തുണി അലക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ ചെറിയ മെഷീനൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് തുണികൾ കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 19 കിലോത്തോളം ഒരു €6 കൊടുത്തു കഴിഞ്ഞാൽ അലക്കി നല്ല സൂപ്പറായിട്ട്. അന്നത്തെ നമ്മളൊന്നും തന്നെ ഇടണ്ട, പൊടിയും അതിൻ്റെ സോഫ്റ്റ്നറും ഒക്കെ അന്നത്തെ തന്നെ ആ മെഷീനിൽ തന്നെ ഉണ്ട്. നമ്മൾ തുണിയും കാശും മാത്രം ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ അത് അലക്കിക്കോളും. പിന്നെ €2 കൊടുത്തു കഴിഞ്ഞാൽ തുണി നന്നായിട്ട് ഉണക്കി, ഇനി ഒന്നും ചെയ്യാനില്ല, ഉണക്കി നല്ല ഫ്രഷാക്കി ഉണക്കി നല്ല ഭംഗിയാക്കി അവർ തരും. അപ്പോൾ ഇത് കാജെ സെർവാൻറ്റസ് സൊക്കദവേർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് കാജെ സെർവാൻറ്റസിലാണ് ഉള്ളത്. അപ്പോൾ ഇത് അലക്കണ ടൈമിൽ അവിടെ നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാനുള്ളൊരു സ്ഥലമുണ്ട് അവിടെ തൊട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഒരു 70 പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാപ്പിച്ചിനോ കിട്ടും. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇരിക്കുമ്പോഴേക്കും 30 മിനിറ്റ് കൊണ്ട് അലക്കി കഴിയും. പിന്നെ ഒരു 20 മിനിറ്റും കൊണ്ട് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് ഉണക്കിയും കിട്ടും. അപ്പോൾ തുണിയൊക്കെ നന്നായിട്ട് നല്ല മണമാണ്. ഇവിടേക്ക് കൊണ്ടുവന്ന് അലക്കുമ്പോൾ തുണിക്കൊക്കെ നല്ല മണമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയങ്ങൾ. അപ്പോൾ ക്യാപ്പിച്ചിനോ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതും കഴിക്കാം. അപ്പോൾ ഞാൻ തുണി അലക്കിയത് കാണിച്ചു തരാം. അപ്പോൾ ഈ 2 പുതപ്പ് എന്ന് പറയുന്നത് ഒരു പുതപ്പ് ഏതാണ്ട് 3-3.5 കിലോത്തോളം ഉണ്ടാവും. അത്രേ ഉണ്ടായുള്ളൂ. ശരിക്കും ഒരു 7 കിലോ 2 പുതപ്പും കൂടി ഒരു 7-7.5 കിലോയ്ക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഇത്രയും വലിയ പുതപ്പായതുകൊണ്ട് ആ മെഷീൻ്റെ ഉള്ളിൽ ഇത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. 19 കിലോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ കൂടുതൽ സാധാരണ തുണിയൊക്കെ ആണെങ്കിൽ 19 കിലോ ഇട്ടിട്ട് നമുക്ക് അലക്കി ഉണക്കി എടുത്തു കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. ഞങ്ങൾ പോണത് ബസ്സിലാണ്. അപ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ പുറത്തെ കാഴ്ചകൾ വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലത്തേക്ക് കൂടിയാണ് ബസ് പോണത്. ഇവിടുന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ട് ഞങ്ങൾ പോണ സ്ഥലത്തേക്ക്. അപ്പോൾ ഒരുപാട് ഷോപ്പിംഗ് മോളുകളൊക്കെ ഉള്ള സ്ഥലമാണത്. അപ്പോൾ പോണ വഴിക്ക് തന്നെ നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഒരുപാട് ഒലിവ് മരങ്ങളും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി കാണാം. പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല. കുറേ കടകളും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ പാർക്കിംഗ് ഏരിയയും പിന്നെ സാധാരണ കടകളൊക്കെ തന്നെ. വലിയ സ്വർണ്ണക്കട തുടങ്ങി ചെരുപ്പ് കട, തുണിക്കട എല്ലാം ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് അൽക്കാമ്പോ എന്നാണ്. അപ്പോൾ ഇത് അബാദിയ ബാർഗാസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിനടുത്താണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന എല്ലാം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 4 മണി 3-3:30-4 മണിയൊക്കെ ആയപ്പോൾ വന്നേക്കണതാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് തിരിച്ചു പോകണമെന്ന് അറിയില്ല. ഇപ്പം നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. പോകുന്നത് മിക്കവാറും ഒരു 9:30-10 മണിയൊക്കെ ആവും. എപ്പോഴാണ് ബസ് കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ തിരിച്ചു പോകും. അപ്പോൾ ഇവിടേക്ക് ഒന്ന് കറങ്ങണം, എന്തെങ്കിലുമൊക്കെ നോക്കണം, വാങ്ങണം എന്നൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നേക്കണത്. അപ്പം നമുക്ക് കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ ഇഷ്ടം പോലെ കടകളാണ് കേട്ടോ. കടകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, അത്രയും കടകളാണ്. ഡെക്കത്തലോൺ, മെദിയ മാർക്കറ്റ്, പിന്നെ അൽക്കാമ്പോ സൂപ്പർ മാർക്കറ്റ്, ഇലക്ട്രോണിക്സിൻ്റെ കടകൾ, വീട്ടുപകരണങ്ങൾ, ഫർണിച്ചർ, മൊബൈൽ കടകൾ എന്ന് വേണ്ട നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. കാശായിട്ട് വരണമെന്ന് മാത്രം. പിന്നെ കുറച്ച് സമയം ഇപ്പം നമുക്ക് ഒഴിവ് ദിവസമൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ നമുക്ക് മാക്ഡൊണാൾഡ്സ്, ബർഗർ കിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബർഗറൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആസ്വദിച്ച് തന്നെ നടക്കണം. സമയം കയ്യിൽ പിടിച്ച് വരാൻ പാടില്ല. നമ്മൾ സമയം എടുത്ത് തന്നെ ഒരു ഉച്ചയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ രാത്രി പോകാൻ കണക്കാക്കിയിട്ട് വരണം ഈ സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ.
ഇവിടെയൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഓടിച്ച് കാണിക്കണുള്ളൂ, പ്രത്യേകിച്ച് വിലയും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കണം, എന്തെങ്കിലും നോക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വന്ന് വാങ്ങണം, അത്രയൊക്കെ ഉള്ളൂ ഉദ്ദേശ്യം. അപ്പോൾ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. ഞാൻ മിക്ക സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മിക്കതും ഞാനിവിടെ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്. അപ്പോൾ നല്ല കമ്പനിയുടെ സാധനങ്ങൾ കിട്ടും. വിലയാണെങ്കിലും വലിയ വിലയൊന്നും വലിയ കുഴപ്പമില്ലാത്ത വിലയാണ്. നമ്മൾ യൂറോ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കരുത്, നല്ല നാട്ടിലെ കാശായിട്ട് കമ്പയർ ചെയ്ത് നോക്കരുത്. യൂറോ എടുത്ത് തന്നെ വാങ്ങണം. അപ്പോൾ തുണിക്കടയിൽ കയറി തുണികളൊക്കെ നോക്കി. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓഫർ ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങാം. പിന്നെ ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കുട്ടികൾക്ക് കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ചിലതൊക്കെ കണ്ടു, ചിലതൊന്നും കണ്ടില്ല. അങ്ങനെ ഒരുപാട് സമയം പോയി. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണിയായി. ഇനി 9:30 ആകുമ്പോഴേക്കും ബസ് ഉണ്ടാവും. അപ്പോൾ ബസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബസ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ 9:30 ആകുമ്പോൾ ബസ് പോവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വെറുതെ ഒരു യാത്ര, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇന്ന് വ്ളോഗുകൾ ചെയ്യാനായിട്ട് എങ്ങും പോയി ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന കാരണം കൊണ്ട് ക്യാമറ ഒന്ന് ഓണാക്കി വെച്ചെന്ന് മാത്രം. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് 29.99 ഒരു ബനിയനാണ്, ബനിയൻ ടൈപ്പാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഇത് തണുപ്പിന് ഇട്ടണതാണ്. അപ്പോൾ ഇത് 23.99 20% ഡിസ്കൗണ്ടിൽ കിട്ടി. പിന്നെ ഇത് 29.99 സാധനം തന്നെയാണ്. അപ്പോൾ 50% ഡിസ്കൗണ്ടിൽ 14.99 കിട്ടി. പിന്നെ ഇതും 29.99 ആയിരുന്നു അതിൻ്റെ വില. പിന്നെ അത് 50% ഡിസ്കൗണ്ട് 14.99 കിട്ടി. പിന്നെ ഒരു പാൻറ് എടുത്തു. അപ്പോൾ അങ്ങനെ 3-4 സാധനങ്ങൾ എടുത്ത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ബായ്.